ഇന്നത്തെ നമ്മുടെ വിഭവം മുളകാ പച്ചടിയാണ്. സദ്യകളിലെ പ്രധാനപ്പെട്ട ഒന്നാണ് മുളകാ പച്ചടി. പ്രത്യേകിച്ച് മലപ്പുറം ജില്ലകളിലൊക്കെ മുളകാ പച്ചടിയാണ് സദ്യയ്ക്ക് ഉണ്ടാക്കുക. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. കുറച്ച് കാലം എടുത്തു വെക്കാനും പറ്റുന്ന ഒന്നാണ് മുളകാ പച്ചടി. മറ്റു പല സ്ഥലങ്ങളിലും പൊതുവെ ഇഞ്ചിപ്പുളി, ഇഞ്ചിക്കറിയൊക്കെയാണല്ലോ ഉപയോഗിക്കുന്നത്. അതേ പ്രോസസ്സ് തന്നെയാണ് കേട്ടോ ഈ ഒരു മുളകാ പച്ചടിക്കുള്ളത്. ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ട് ഇൻഗ്രീഡിയൻസിലെന്ന് മാത്രം. ആദ്യം തന്നെ ഒരു ചട്ടി എടുത്ത് അതിലേക്ക് കുറച്ച് ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. ഉഴുന്നു പരിപ്പോ ചേർത്ത് കൊടുക്കാം. അത് നല്ല ഗോൾഡൻ കളറായി വരണം. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് എള്ള് ചേർത്ത് കൊടുക്കാം. എള്ളും പൊട്ടി വരണം. അതിനുശേഷം ഇതിലേക്ക് വേണ്ടത് കുറച്ച് കടുകാണ്. കടുക് കൂടി ചേർത്ത് കൊടുക്കാം. മറ്റുള്ളതിനേക്കാൾ കുറഞ്ഞ അളവിൽ മതി കടുകിൻ്റെ അളവ്, അല്ലെങ്കിൽ കൂടുതൽ കയ്പായി പോവും. അതുകൊണ്ടാണ് അതും ഈ 3 സാധനങ്ങളും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഡ്രൈ റോസ്റ്റാണ്, എണ്ണയൊന്നും ചേർക്കണ്ട. അതിനുശേഷം ഇത് ആ പാനിൽ നിന്നങ്ങ് മാറ്റി ചൂടെല്ലാം പോയതിന് ശേഷം ഒന്ന് പൊടിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് വേണ്ടത് വാളൻപുളി പിഴിഞ്ഞ വെള്ളമാണ്. വാളൻപുളി പിഴിഞ്ഞ വെള്ളം കുറച്ച് ലൂസായാലും തിക്കായാലും കുഴപ്പമൊന്നുമില്ല. ഇത് നല്ലപോലെ കുറുക്കിയെടുക്കാനുള്ളതാണ് കേട്ടോ. പൊതുവെ ഉണ്ടാക്കാൻ മൺപാത്രങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക. പിന്നെ ഇതിലേക്ക് വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ ഇതിലേക്ക് ആവശ്യത്തിന് ശർക്കര ഇട്ട് കൊടുക്കാം. മറയ ശർക്കര ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല കളർ കിട്ടും കേട്ടോ. പൊതുവേ ഒരു ഡാർക്ക് കളർ ശർക്കര തന്നെ വാങ്ങാൻ ശ്രമിക്കുക. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ തിളപ്പിച്ച് കുറുക്കിയെടുക്കണം. ശർക്കര പാനിയായിട്ടൊക്കെ ചേർക്കാം കേട്ടോ. ഇതാവുമ്പോൾ പുളിയുടെ കൂടെ തന്നെ ഈ ശർക്കര അങ്ങ് ഉരുകയും ചെയ്യും, അങ്ങ് കുറുകയും ചെയ്യുമല്ലോ. അതുകൊണ്ട് ഞാൻ എളുപ്പത്തിന് അങ്ങനെയാണ് ചെയ്യാറ്, ഒന്നിച്ചാണ് കേട്ടോ ഇടാറ്. അതവിടെ കുറുകി വരട്ടെ. അപ്പോഴത്തേക്കും മറ്റൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. പൊതുവേ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് ടേസ്റ്റ്. ഇതിലേക്ക് കുറച്ച് പച്ചമുളക് നടുവിലൂടെ കീറിയതാണ് വേണ്ടത്, അതുകൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇവ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ആ ഒരു പച്ചമുളകെല്ലാം നല്ല പോലെ വഴറ്റിയെടുക്കണേ. എരിവ് കൂടുതലാണോ എന്ന് നോക്കണേ. അതിനനുസരിച്ച് മാത്രം പച്ചമുളക് ചേർക്കാവൂ. ഇതിലേക്ക് പച്ചമുളക് നിർബന്ധമായിട്ട് വേണം. ഇതിലെ മെയിൻ ആയിട്ട് നമുക്ക് കടിക്കാൻ കിട്ടുന്ന ഒന്ന് പച്ചമുളകാണ് കേട്ടോ. അതിനുശേഷം നല്ലപോലെ വറുത്തതിന് ശേഷം, വഴറ്റിയതിന് ശേഷം ഇതിനെ ഒന്ന് മാറ്റിയിട്ട് ഇതിലേക്ക് കടുക്, അതുപോലെ കുറച്ച് വറ്റൽമുളക് കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഇനി അതെല്ലാം സെപ്പറേറ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇത് മാറ്റിയിട്ട് പാനിലേക്ക് കടുകിട്ടൊന്ന് പൊട്ടിച്ച് വറ്റൽമുളകും ചേർത്താലും മതി. ഇനി ഇതെല്ലാം ഒന്ന് സെറ്റായതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് ആ തിളച്ച് കുറുകി വരുന്ന പുളിവെള്ളം ഉണ്ടല്ലോ, ശർക്കരയും പുളിയുള്ള ആ വെള്ളത്തിലേക്ക് ഇത് കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി അതിൽ കിടന്ന് കുറച്ച് സമയം ഒന്ന് തിളക്കട്ടെ. നല്ല പോലെ തിളച്ചാലാണ് ഇതിലേക്ക് ആ ഒരു മുളകിലേക്കൊക്കെ ആ ഒരു പുളിയും അതുപോലെ ആ മധുരവും ഒക്കെ അങ്ങ് പിടിക്കുകയുള്ളൂ. നല്ല പോലെ ഏകദേശം കുറുകി വന്നതിന് ശേഷം ഇതിലേക്ക് പൊടിച്ചു വെച്ച പൊടികളുണ്ടല്ലോ, ആ പൊടികൾ കൂടി ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പൊടികൾ ചേർത്ത് കഴിഞ്ഞാൽ ഒരുപാട് തിളയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ. വേഗം തന്നെ ഓഫ് ചെയ്യാവുന്നതാണ്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ചെറിയൊരു തിള വരുന്ന സമയത്ത് അങ്ങ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ആ മൺചട്ടിയൊക്കെ ആവുമ്പോൾ അതിൽ തന്നെ ഇരുന്ന് അങ്ങ് കുറുകിക്കോളും കുറച്ചുകൂടി. അപ്പോൾ ആവശ്യത്തിനുള്ള കുറുകി കിട്ടുകയും ചെയ്യും. കുറേ സമയം ഇരുന്ന് കഴിഞ്ഞാൽ വല്ലാതെ അങ്ങ് തിക്കായി പോവും. അതുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് തിള വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഓഫ് ചെയ്യാൻ പറയുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുളകാ പച്ചടി ഇതാ റെഡി ആയി കഴിഞ്ഞേ. ഇനി ഇതിലേക്ക് ലാസ്റ്റ് ചേർക്കാനുള്ളത് കുറച്ച് ഉലുവപ്പൊടിയാണ്. അത് ചേർക്കാതിരിക്കരുത്, നിർബന്ധമായിട്ടും ചേർക്കണം. ഇനി ഉലുവപ്പൊടി ഇല്ല എങ്കിൽ ഉഴുന്നും അതുപോലെ എള്ളും കടുകും വറുത്തില്ലേ, ആ സമയത്ത് കുറച്ച് ഉലുവ കൂടി ചേർത്തൊന്ന് വറുത്ത് അതിൻ്റെ കൂടെ അങ്ങ് പൊടിച്ചിട്ടാലും മതി കേട്ടോ. ഇവിടെ ആൾറെഡി ഉലുവപ്പൊടി എൻ്റെ കയ്യിലുള്ളത് കൊണ്ടാണ് ഞാൻ അതിൻ്റെ കൂടെ പൊടിക്കാതിരുന്നത്. അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മുളകാ പച്ചടി ഏകദേശം റെഡി ആയി കഴിഞ്ഞു. കാണുന്നില്ലേ, ഈ ഒരു തിക്കാണ് ഉണ്ടാവുക. നല്ല ടേസ്റ്റിയാണ്. ഏകദേശം ഒരു 1.5 മാസത്തോളം പുറത്ത് വെച്ചാലും കേടൊന്നാവില്ല. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.